ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലൊരു കിഡിലൻ ആനിമേഷൻ എഫക്റ്റ് നിങ്ങളുടെ വിൻഡോസിന് കൊടുക്കുന്നതാണ്. അതായത് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു ആനിമേഷൻ, ക്ലോസ് ചെയ്യുമ്പോഴും ഒരു ആനിമേഷൻ. അപ്പം ഇത് എങ്ങനെ കൊടുക്കാം? ഇതിനു വേണ്ടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒരു നോം എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ ഈ ഒരു എക്സ്റ്റൻഷന്റെ പേരാണ് ബേൺ മൈ വിൻഡോസ്. ഓക്കെ, അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉബുണ്ടു 22.04 LTS ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം വേറൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്താണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പഴയ ഉബുണ്ടു ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉബുണ്ടു 22.04 ആണെങ്കിൽ ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പം ആദ്യം വേണ്ടത് നമുക്കൊരു എക്സ്റ്റൻഷൻ മാനേജർ ആണ്. അതിനുവേണ്ടി ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ശേഷം ടൈപ്പ് ചെയ്യുക sudo apt install gnome-shell-extension-manager. ശേഷം എൻ്റർ കൊടുക്കുക. പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കാം. ഓക്കെ ഓക്കെ അപ്പം ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ടെർമിനൽ ക്ലോസ് ചെയ്യാം. ശേഷം സെർച്ച് ചെല്ലുക. അവിടെ ടൈപ്പ് ചെയ്യുക എക്സ്റ്റൻഷൻ മാനേജർ. ഓക്കെ, അത് നമ്മുടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതെടുക്കുക. ഓക്കെ, ഇതാണ് എക്സ്റ്റൻഷൻ മാനേജർ. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് നോം എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇവിടെ രണ്ട് പേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇൻസ്റ്റാൾഡും പിന്നെ ബ്രൗസും. ഈ ബ്രൗസിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ഇന്റർനെറ്റ് വേണ്ടി വരും കേട്ടോ. അപ്പം ഇത്രയുള്ള കാര്യം എന്താണ്, നമ്മുടെ എക്സ്റ്റൻഷൻ സെർച്ച് ചെയ്യുക, ബേൺ മൈ വിൻഡോസ്. ഇതാണ് നമ്മുടെ എക്സ്റ്റൻഷൻ. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു കാര്യം എഴുതി വരും, ഇൻസ്റ്റാൾ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇൻസ്റ്റാൾ എന്ന് പറയുന്നതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പം എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, നമ്മുടെ എഫക്റ്റ് കാണാൻ പറ്റും. ഈ ഒരു എഫക്റ്റ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, എന്ത് ചെയ്യണം, ലോഗൗട്ട് ചെയ്യുക. ശേഷം ഒന്നുകൂടി ലോഗിൻ ചെയ്ത് കയറുക. ഓക്കെ, ഇപ്പം എനിക്ക് ചെയ്യേണ്ടി വന്നില്ല, അത് ഓൾറെഡി നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയുള്ള കാര്യം. ഇൻസ്റ്റാൾ ചെയ്തു, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്, ക്ലോസ് ചെയ്യുന്നതിൻ്റെ മാത്രമാണ് ആനിമേഷൻ, കണ്ടില്ലേ? അതേസമയം നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിനും ആനിമേഷൻ വേണമെന്നുണ്ടെങ്കിലോ. ഓക്കെ, അതിന് വേണ്ടത് അതിൻ്റെ ഓപ്ഷൻസ് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതേ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് കുറേ ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള എഫക്ട്സും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഇപ്പം നമ്മുടെ എഫക്റ്റ് എന്ന് പറയുന്ന ഫയർ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആണ് കേട്ടോ. അതേസമയം നമുക്ക് മാട്രിക്സ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അതെങ്ങനെയായിരിക്കും എന്ന് അറിയാനായിട്ട് ഈ ഒരു കണ്ണിൽ ക്ലിക്ക് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ എഫക്റ്റ്, കണ്ടല്ലേ? അല്ലാതെ ടീറസ് അറ്റാക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനമുണ്ട്, അതല്ല ടീറസ് അറ്റാക്ക്. ഓക്കെ, ഇതുപോലൊരു എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അവിടെ ആയിട്ട് രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, കണ്ടല്ലേ? എല്ലാ എഫക്റ്റിനും രണ്ട് ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റ് ആണ്. രണ്ടാമത് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റ് ആണ്. അപ്പം ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റ് ആയിട്ടാണ് ഈ ഒരു ടീറക്സ് അറ്റാക്ക് എന്ന് പറയുന്നത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതിലൊരു ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം അത് ഇതായിരിക്കുകയാണ്, അതായത് ഓൺ ആയിരിക്കുകയാണ്. ഇനി ഇത് ആനിമേഷൻ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്, നമുക്കൊരു ആപ്ലിക്കേഷൻ അങ്ങ് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാൻ പോകണം. ഇത്രയേ ഉള്ളൂ കാര്യം, കണ്ടല്ലേ? ഇനി ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഫയർ വന്നിട്ട് അത് ഇല്ലാതായി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. പിന്നെ ഇതിനകത്ത് കൂടുതൽ ആനിമേഷനൊക്കെ എങ്ങനെ വരണമെന്നൊക്കെ കൂടുതൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഒരു പക്ഷേ ഈ ഒരു എഫക്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ലോഗൗട്ട് ചെയ്യുക. ലോഗൗട്ട് ചെയ്ത ശേഷം ഒന്നുകൂടി തിരിച്ച് ലോഗിൻ ചെയ്ത് കയറുക. ഇപ്പോൾ എൻ്റേത് വർക്ക് ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. നിങ്ങളുടേത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവായി ലോഗൗട്ട് ചെയ്യുക, ശേഷം ലോഗിൻ ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ പുതിയതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിൽക്ക് വീഡിയോ ക്ലോസ് ചെയ്യരുതേ. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പിന്നീട് ഒരിക്കൽ നമുക്ക് കുറച്ച് നേരത്തേക്കിന് ഇത് വേണ്ട, ഡിസേബിൾ ചെയ്തിടണം. അതിനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നീട് വർക്കാവുന്നതല്ല. ഇതല്ല, നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ ചെറിയൊരു ആരോ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ചോദിക്കും നിങ്ങൾ ശരിക്കും അൺഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. യെസ് കൊടുക്കുക. അപ്പം അൺഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ.